ഗുഡ് മോർണിംഗ്. ഞങ്ങളിതാ ഉച്ചയ്ക്ക് മകരവിളക്കിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ഞങ്ങളുടെ നാട്ടിലെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അന്നദാനം കഴിക്കാൻ പോകുന്നതാണ്. അങ്ങനെ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്ന ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കുകയും ഞങ്ങളിതാ ഉച്ചയ്ക്ക് അന്നദാനം കഴിക്കാൻ ഞാനും എൻ്റെ മക്കളും എല്ലാം കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മോന് ചോറ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ. നിങ്ങളെല്ലാവരും പറയും കുഞ്ഞിന് കൊടുത്തില്ല, ഞങ്ങൾ മാത്രമാണ് കഴിക്കണതെന്ന്. അങ്ങനെയല്ല, അവന് വയറ് നിറച്ച് ആഹാരം കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഞങ്ങൾ ഇനി വീട്ടിൽ പോയിട്ട് വീണ്ടും വരും വൈകുന്നേരം. ഇവിടെ മകരവിളക്കിന് വിളക്ക് കത്തിപ്പ് മകരവിളക്ക് കത്തിക്കൊക്കെ ഉണ്ട്. ഇത് ഞങ്ങളെ അയൽവാസികളൊക്കെയാണ്, നാട്ടുകാരാണ്. പിന്നെ ഇത് കണ്ടല്ലോ, അന്നദാനത്തിനുള്ള നല്ല തിരക്കായിരുന്നു. 5 ദിവസത്തെ ഉത്സവമാണ് ഇത്. ഇവിടെ നല്ല തിരക്കുള്ള നല്ല ഒരു ക്ഷേത്രമാണ്. നല്ല പ്രശസ്തിയായി വരുന്നുണ്ട്, നല്ല പ്രശസ്തിയായി കഴിഞ്ഞു. പിന്നെ എന്താ പറയുക, ഞങ്ങളിത് പോയിട്ട് വൈകുന്നേരം വീണ്ടും കയറുന്നതാണ്. വൈകുന്നേരം ഒരു 4:30-5 മണിയാകുമ്പോൾ നമ്മളിങ്ങനെ കുറേശ്ശെ മുകളിലോട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 6:30 മണിയൊക്കെ ആയപ്പോഴേക്കും ക്ഷേത്ര പരിസരം നിറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾക്ക് കുഞ്ഞിനെ കൊണ്ട് കയറണത് കൊണ്ട് ഞങ്ങൾ ഇത്തിരി നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി, എങ്കിലേ അവിടെ ഇരുന്നിരുന്ന് ഞങ്ങൾക്ക് കയറാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ അങ്ങ് കയറി. പിന്നെ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നാട്ടിലുള്ള ക്ഷേത്രമാണ്. ഞങ്ങളെ നാട്ടിൽ ഞങ്ങൾ ഇതിൻ്റെ മുകളിലൊക്കെ കുഞ്ഞു നാളുകളിൽ പുല്ല് പറിക്കാനും അങ്ങനെ അണ്ണനുമായിട്ടൊക്കെ കയറി പോയിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഇന്ന് ഇത്രയും വളർച്ചയാണ്, നല്ല ഉയർച്ചയിലെത്തി. അത് മഹാദേവരുടെ കൃപാകടാക്ഷത്താൽ ശ്രീ ധർമ്മശാസ്താവിനെ ഇവിടെ വന്നിരിക്കാനും ഇവിടെ ഇത്രയും പുരോഗമനം ഉണ്ടാക്കാനും കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഈ താഴ്വാരങ്ങളിൽ താമസിക്കുന്ന ജാതിമത ഭേദമന്യേ എല്ലാ ജനങ്ങളും ഈ ക്ഷേത്രത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ക്ഷേത്രത്തിൽ ഇത്രയും വലിയ ഒരു ഉയർച്ചയിലെത്തിയത്. അത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സന്തോഷമാണ്. ഞങ്ങളൊക്കെ കുറച്ച് അങ്ങോട്ടാണ് താമസിക്കുന്നത്. ഇവരൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ രാജാക്കന്മാർ. ഇവർ തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ വിജയം. വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ ഞങ്ങൾ ആദ്യമായി കയറി വരുന്ന സമയങ്ങളിലൊന്നും ഈ ക്ഷേത്രം തുടങ്ങിയ ശേഷം ആദ്യമായി കയറി വരുമ്പോഴൊന്നും ഇത്രയും ഇതായിട്ടില്ല. ഇപ്പോഴവർ കിട്ടുന്നതെല്ലാം ഇവിടേക്ക് വേണ്ടി ചിലവാക്കി ഇവിടെ ഒരു വൻ വിജയമാക്കി തീർത്തിട്ടുണ്ട്. ഞങ്ങളെ നാട്ടുകാരും അടുത്ത നാട്ടിലുള്ളവരും ഒക്കെ ഇവിടെ ഇപ്പം ദർശനം വാങ്ങാൻ വേണ്ടി വരുന്നുണ്ട്. പിന്നെ വലിയ ഒരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ ക്ഷേത്രം. നമ്മൾ കുറേ ഇങ്ങനെ ചവിട്ടി കയറാനുണ്ട്. നമ്മൾ കുറേ ഇരുന്നിരുന്ന് തന്നെയാണ് ഈ കയറുന്നത്. കയറിക്കഴിഞ്ഞത് സന്ധ്യയ്ക്കുള്ള വീഡിയോയാണ്. ഇവിടെ ചിരാതൊക്കെ കത്തിച്ച് വിളക്കൊക്കെ കത്തിക്കുന്നതിൻ്റെ ഒരു തിരക്കിലാണ് പയ്യന്മാരെല്ലാം. ഇവിടെ മകരവിളക്ക് ഉണ്ടായിരുന്നു. മകരവിളക്കിന് വേണ്ടി അവർ ചിരാതൊക്കെ കത്തിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ മകരവിളക്കും ദീപാരാധനയൊക്കെ കണ്ട് വൈകുന്നേരം ഞങ്ങൾ അത്താഴം കഴിക്കാനും ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അത്താഴവും കഴിച്ചിട്ടാണ് പോയത്. ആ വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞില്ല, നല്ല രാത്രിയായിപ്പോയി. 8:30 മണിയൊക്കെ ആയിക്കഴിഞ്ഞു. അപ്പോഴേക്കും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഈ വീഡിയോയുടെ ബാക്കി ഞാൻ ഇടുന്നത് താഴ്വാരങ്ങളാണ്. 4 സൈഡും വലിയ താഴ്വാരമാണ്. അതിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത്. ഈ ക്ഷേത്രം പണിയാൻ വേണ്ടി ഈ ക്ഷേത്രത്തിന് താഴെ ഭാഗത്ത് താമസിക്കുന്ന എല്ലാവരും ജാതിയും മതവും നോക്കാതെ അവരെല്ലാവരും അവരുടെ മനസ്സും അവരുടെ ആത്മാവും എല്ലാം ഇവിടെ ഉപയോഗിച്ച് തന്നെയാണ് അവർ ക്ഷേത്രത്തിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച് ക്ഷേത്രത്തിൽ ഇത്രയും വലിയൊരു പാതയിലെത്തിക്കാൻ കഴിഞ്ഞത്. അത് ശ്രീധർമ്മ ശാസ്താവിൻ്റെയും കൂടെ കഴിവാണ്, ഈ പരിസരവാസികളുടെ കഴിവാണ്. അത് ഒരിക്കലും നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ ഈ നാടായ കോഴിക്കോട് ആനാവൂര് കോഴിക്കോട് ഭാഗത്തുള്ള ആൾക്കാരുടെ ഒരു വിജയം തന്നെയാണ് ഈ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ വിജയം. അത് ഞങ്ങൾക്ക് അഭിമാനമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കയറാനും വന്ന് തൊഴാനും കഴിയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ഗുഡ് മോർണിംഗ്.